നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധിയിൽ സുപ്രീം കോടതിയോട് വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത വേണമെന്നാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികൾക്ക് പരിശോധിക്കാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നത്. 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർക്കും 201-ാം അനുച്ഛേദപ്രകാരം രാഷ്ട്രപതിക്കും ഭരണഘടനാപരമായ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ന്യായമല്ലേ എന്ന ചോദ്യവും രാഷ്ട്രപതി ഉയർത്തുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധി നിശ്ചയിച്ച് രാഷ്ട്രപതിയോട് ഉത്തരവിടാൻ കഴിയുമോ എന്ന ചോദ്യവുമുണ്ട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരമില്ലാതെ നിയമമായി മാറാൻ കഴിയുമോ എന്നതിനപ്പുറം നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണർമാരും എടുക്കുന്ന തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ പരിശോധന ആകാമോ എന്നതടക്കം 14 വിഷയങ്ങളിലാണ് സുപ്രീം കോടതിയോട് വ്യക്തത വരുത്താൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടത്. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർമാർക്ക് മുമ്പിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെയെന്നത് വിവരിക്കുവാനും രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, ഡൽഹി.